ആത്മാവിൻ്റെ ആഴങ്ങളുടെ നൊമ്പരത്തെ തമ്പുരാനോട് ചേർക്കുമ്പോൾ സംഭവിക്കുന്ന ഒരത്ഭുതമുണ്ട്. മാനസാന്തരം. സുവിശേഷത്തിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും മുഴുവൻ ദൈവത്തോട് ഒളിച്ചേരുന്ന ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന മാനസാന്തരത്തിൻ്റെ ഫലമാണ്. മാനസാന്തരവും അതുവഴി സംഭവിക്കുന്ന ജീവിത നവീകരണവുമാണ് നോമ്പ് യാത്രയിലെ ലക്ഷ്യം. രക്ഷകൻ്റെ മുന്നോടിയായ സ്നാപക യോഹന്നാനും രക്ഷകനായ ഈശോയും മാനസാന്തരത്തിനായി നമ്മെ ക്ഷണിക്കുന്നു. മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങളിലേക്കാവണം നമ്മുടെ നോമ്പ് യാത്ര പുരോഗമിക്കേണ്ടത്. 50 ദിനങ്ങളുടെ ആരംഭത്തിലാണ് നാം. ആത്മപരിശോധനയോടെ മാനസാന്തരത്തിലേക്ക് നടക്കാൻ പറ്റിയ സമയം. സക്കേബൂസിൻ്റെ മാനസാന്തര കഥ നമുക്കൊക്കെ പരിചയം. ഭൗതികതയിൽ സമ്പന്നനായിരുന്ന സക്കേബൂസ് ദരിദ്രനായി മാറുന്നു, അതേസമയം ആത്മീയതയിൽ സമ്പന്നനും. ഇതാണ് സത്യത്തിൽ മാനസാന്തരവും. ഒന്നുമില്ലാത്തവരും ഒന്നുമല്ലാത്തവരുമായി മാറുന്നു. ദൈവത്തിനു മുമ്പിൽ ഏറ്റവും വിലപ്പെട്ടവനും. തിന്മയിൽ നിന്ന് മാറുന്നതും നന്മയിലേക്ക് തിരിയുന്നതുമാണ് മാനസാന്തരം. ഈശോയുമായുമുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നു. മാനസാന്തരം ഒരു കൃപയാണെന്ന് നാം ഓർമ്മിക്കുക. സ്വന്തം ശക്തിയാൽ ആർക്കും മാനസാന്തരപ്പെടാൻ കഴിയില്ല. ഇത് കർത്താവ് എന്ന കൃപയാണ്. അതിനാൽ ശക്തിയോടുകൂടി ദൈവത്തോട് യാചിക്കണം. നമ്മെ പരിവർത്തനം ചെയ്യാൻ, നമുക്ക് യഥാർത്ഥത്തിൽ പരിവർത്തനം ചെയ്യാൻ കഴിയേണ്ടതിന് ദൈവത്തോട് അപേക്ഷിക്കണം. ദൈവത്തിൻ്റെ സൗന്ദര്യത്തോടും നന്മയോടും ആർദ്രതയോടും നാം തുറവയുള്ളവരാകുന്നതിന് ആനുപാതികമായിട്ടായിരിക്കും നമുക്ക് മാനസാന്തരപ്പെടാനായിട്ട് സാധിക്കുക. നല്ലൊരു നോമ്പുകാലവും ആത്മീയ യാത്രയും. കരമൊന്നു നീട്ടണേ നാഥാ, പുതു സൃഷ്ടിയായി ഞാൻ മാറിടട്ടെ.